നമസ്കാരം. തെരഞ്ഞെടുപ്പ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വോട്ടുകാര്യത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ടോപ്പ് ഗിയറിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും സംസ്ഥാനത്ത്. രാഹുൽ ഗാന്ധിയും സംസ്ഥാനത്തെ പ്രചരണത്തിൽ സജീവമായിരിക്കുകയാണ്. കരുവന്നൂർ തട്ടിപ്പ് ആയുധമാക്കിയാണ് നരേന്ദ്രമോദി കുന്നംകുളത്ത് സംസാരിച്ചത്. കരുവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നുണ പറയുകയാണെന്നും നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാൻ കേന്ദ്രം ഏതറ്റം വരെയും നിയമപോരാട്ടം നടത്തുമെന്നും മോദി പറഞ്ഞു. രാഹുൽ ഗാന്ധിയെയും പ്രധാനമന്ത്രി നിശിതമായി വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെ ഭാഗമായി വിവിധ മുന്നണികളിലെ ദേശീയ നേതാക്കളും സംസ്ഥാനത്തെത്തുകയാണ്. സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും ഡി രാജയും അടക്കം താരത്തിളക്കത്തിലാണ് LDF. കോൺഗ്രസും വോട്ടുത്സവത്തിൽ അവസാന ലാപ്പിലാണ്. തെരഞ്ഞെടുപ്പിന് 10 നാൾ മാത്രം ശേഷിക്കെ ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമാവുകയാണ്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് 20-ൽ ആര്. ഇനി കേവലം 10 നാൾ മാത്രമാണ് ശേഷിക്കുന്നത് കേരളം പോളിംഗ് ബൂത്തിലെത്താൻ. ഈ അവസാന ലാപ്പിൽ അവസാന 10-ൽ ഏറ്റവും വാശിയേറിയ പ്രചരണമാണ് നടക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഈ പ്രചരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയുമാണ്. ഇന്ന് ഇത്തരം കാര്യങ്ങളാണ് വോട്ടുകാര്യത്തിൽ വിശദമായി പരിശോധിക്കുന്നത്. ഇത് വിലയിരുത്തുന്നതിനായി അഭിജിത്ത് ജയനും രജീഷ് നരിക്കുനിയുമാണ് ചേരുന്നത്. ആദ്യം അഭിജിത്തിലേക്കാണ്. അഭിജിത്ത്, കുന്നംകുളത്തായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പ്രചരണ പരിപാടി നടന്നത്. നമുക്കറിയാം, ഈ വർഷം ജനുവരി മുതൽ ഇങ്ങോട്ട് 7ാമത്തെ തവണയോ മറ്റോ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത്. കേരളത്തിൽ അത്രത്തോളം BJP പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇത്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ കരുവന്നൂർ വിഷയത്തിലൂടെ CPM-നെയും രാഹുൽ ഗാന്ധിയിലൂടെ കോൺഗ്രസിനെയുമാണ് പ്രധാനമന്ത്രി ലക്ഷ്യം വിടുന്നത്. എന്തൊക്കെ ആരോപണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായത്? ഏതായാലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പര്യടനം അതിൻ്റെ ഹൈ വോൾട്ടേജിലേക്ക് കടന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി കുന്നംകുളത്തെ പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ പൂർണ്ണാർത്ഥത്തിൽ വിമർശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി സൂചിപ്പിക്കാൻ കഴിയുന്നത് കരുവന്നൂർ നിക്ഷേപ തട്ടിപ്പ് തന്നെയാണ്. കരുവന്നൂർ നിക്ഷേപ തട്ടിപ്പ് അഴിമതിയുടെ മോഡലാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ തന്നെ നിക്ഷേപ തട്ടിപ്പ് നടന്നതിലൂടെ തന്നെ CPM വലിയ തോതിലാണ് പാവപ്പെട്ട ജനങ്ങളുടെ ബാങ്ക് കൊള്ളയടിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി തന്നെ നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും പോലും ഇത്തരത്തിൽ വിമർശനം അത് പൂർണ്ണാർത്ഥത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച കൂടി ഉണ്ട് എന്നതും ഏറ്റവും സുപ്രധാനമായ കാര്യമായി തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ പങ്കുവയ്ക്കാനും കഴിയുന്നുണ്ട്. അതിൽ തന്നെ LDF സർക്കാരിനെ അദ്ദേഹം പൂർണ്ണമായും വിമർശിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ഏതായാലും പണം നഷ്ടപ്പെട്ട പാവങ്ങൾക്ക് അത് തിരികെ ലഭിക്കാനായി ഏതറ്റം വരെയും താൻ നിയമ പോരാട്ടത്തിനായി മുന്നേറും എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു ഘട്ടം കൂടിയുള്ളത്. അതിൽ തന്നെ നമുക്കറിയാം, നിരവധി ആളുകൾ ചില വൈകാരികമായിട്ടുള്ള പ്രസംഗമൊക്കെ തന്നെ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിവാഹത്തിന് പോലും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താനായി കാശ് സ്വരൂപിച്ച് വച്ചിരിക്കുന്ന ആളുകളുടെ അക്കൗണ്ടുകൾ പോലും ഇത്തരത്തിൽ പാവപ്പെട്ട ജനങ്ങളുടെ അക്കൗണ്ടുകൾ പോലും ഇത്തരത്തിൽ കൊള്ളയടിക്കുന്ന സമീപനമാണ് CPM കാണിച്ചത്. അത് ഒട്ടും ശരിയായില്ല. കരുവന്നൂരിൽ പരിഹാരം കാണും എന്നുള്ളതാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പരിഹാരം കാണുമെന്ന് പറയുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിട്ട് കാണേണ്ടതല്ലേ? കാരണം കേന്ദ്ര ഏജൻസിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്, പ്രധാനമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ഏജൻസികൾ. കാലം കുറേയായി ഇതിലൊക്കെ അന്വേഷണം തുടങ്ങിയിട്ട്. അതൊരു ഘട്ടത്തിൽ മരവിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ്ടും അന്വേഷണം സജീവമായി, പലരെയും ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ആ അന്വേഷണം എവിടെയെങ്കിലും എത്തുകയോ, പ്രധാനമന്ത്രി വളരെ വൈകാരികമായി പറഞ്ഞതുപോലെ കല്യാണം മുടങ്ങിയവരുണ്ട്, മറ്റാവശ്യങ്ങൾ നടക്കാതെ പോയവരുണ്ട്. അതൊന്നും ഈ കാലമായിട്ട് അത്രയും നടക്കാതെ തന്നെ കിടക്കുകയാണ്. അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. അപ്പോൾ ഈ അന്വേഷണത്തിലൂടെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിനപ്പുറത്ത്
ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പറഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം? തീർച്ചയായും ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിനപ്പുറം വലിയൊരു അന്വേഷണമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികളുമോ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏതായാലും ഏവരും ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് രജീഷ്, നമുക്കറിയാം ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പര്യടന പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പര്യടനം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദി കേരളത്തിലെത്തി, പ്രത്യേകിച്ച് തൃശ്ശൂരിലെത്തി, സാക്ഷാൽ ശക്തൻ്റെ തട്ടകത്തിലെത്തി ഇത്തരത്തിലൊരു പ്രസംഗം നടത്തുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയാണുള്ളത്. കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ടവർക്ക് ഇത്തരത്തിൽ BJP സർക്കാർ ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൽ CPMകാർ ഈ പണം കൊള്ളയടിച്ചതാണ്, BJP സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ പണമൊക്കെ തന്നെയും തിരികെ നൽകാനായി നിയമ പോരാട്ടം നടത്തും എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും. അതിൽ തന്നെ നേരത്തെ CPM നേതാക്കളെ ഉൾപ്പെടെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിവിധ ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയ ഒരു സാഹചര്യം കൂടി നമ്മളുടെ മുന്നിലുള്ളതാണ്. അതിൽ തന്നെ AC മൊയ്തീനും MM വർഗീസും ഉൾപ്പെടെയുള്ള PK ഷാജിനും ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെയും EDയുടെ ചോദ്യമുനയിലേക്ക് നേരത്തെ തന്നെ പോയിരുന്നതാണ്. അവർ വീണ്ടും ഇനി ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനൊക്കെയായി അവരെ വിളിച്ചു വരുത്താനുള്ള ഒരു സാഹചര്യവും നമ്മൾ കാണുകയും ചെയ്യുകയാണ്. ഇതിൽ തന്നെ നരേന്ദ്രമോദി ഈ കാര്യം സൂചിപ്പിക്കുമ്പോൾ തന്നെ പറയുന്നത് വിവിധ അക്കൗണ്ടുകളിൽ നിന്നായി ഒക്കെ തന്നെയും സീസ് ചെയ്തിട്ടുള്ള 90 കോടി രൂപയോളം EDയുടെ പക്കലുണ്ട്. അത് നിയമ പോരാട്ടത്തിലൂടെ സാധാരണ ജനങ്ങൾക്ക് നൽകി കൊടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് താനും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും സജീവമായി രംഗത്തുണ്ടാകുമെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയും ചെയ്യുകയാണ്. മറ്റൊന്ന് രജീഷ് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതിനു മുമ്പും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ തന്നെയും ആരോപണ പ്രത്യാരോപണങ്ങൾ നിറയാറുണ്ട്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളോ കാര്യമായിട്ടുള്ള നിയമ നടപടികളോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവമായിട്ടുള്ള കാര്യമായി തന്നെ സൂചിപ്പിക്കാൻ കഴിയുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ തന്നെയും നടക്കുന്ന വേളയിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ വരെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനികളെ വരും ദിവസങ്ങളിൽ ED സംഘം ചോദ്യം ചെയ്യാനായി സാഹചര്യമുണ്ടെന്ന തരത്തിലുള്ള വലിയ വാർത്തകൾ കൊടുമ്പിരിയായി പ്രചരിപ്പിച്ചപ്പോൾ പോലും പിന്നീട് ഇതിൻ്റെ അന്വേഷണ നടപടികൾ എവിടെയായി എന്നുള്ളത് നമ്മൾ പരസ്പരം പല ഘട്ടങ്ങളിലും ചോദിച്ചിരുന്നു. മാധ്യമപ്രവർത്തകർ പോലും ചോദിച്ചിരുന്നു. അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി ഇത് മാറുമോ എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ കുന്നംകുളത്ത് വന്ന് പറയുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് കരുവന്നൂർ വിഷയം നേരത്തെ ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവിനോട് അദ്ദേഹം ഫോണിൽ സംസാരിച്ചപ്പോൾ തന്നെ ഇതിൽ പരിഹാരമുണ്ടാകും, ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണം ഉണ്ടാകും, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ കൃത്യമായ പരിഹാരമുണ്ടാകുമെന്ന് നേരത്തെ തന്നെയും ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് സ്ഥാനാർത്ഥി പര്യടന വേളയിലും അത് നമ്മൾ ദൃശ്യമായതുമാണ്. തീർച്ചയായും രജീഷ് നരിക്കുനിയിലേക്ക് വന്നാൽ, രജീഷ്, ഈ കരുവന്നൂർ വിഷയം അത് BJPയും UDFും ഒരുപോലെ തന്നെ വലിയ തോതിൽ പ്രചരണ വിഷയമാക്കി മാറ്റുന്നുണ്ട്. കാരണം ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ പണമാണ് നഷ്ടപ്പെട്ടത്. അവർക്കെല്ലാം തന്നെ ഇതിന് കാരണക്കാരായ ആളുകളോട്, അതിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോട് വലിയ തോതിലുള്ള എതിർപ്പും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ വോട്ടാക്കി മാറ്റാനാണ് BJPയും UDFും ശ്രമിക്കുന്നത് എന്നത് വ്യക്തവുമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് പരിശോധിച്ചാൽ ഈ ഒരു അന്വേഷണത്തിൻ്റെ പോക്ക് അത് അന്വേഷിക്കും, നിയമപരമായി ഏതറ്റം വരെയും പോകുമെന്നൊക്കെ പ്രധാനമന്ത്രി തന്നെ തൃശ്ശൂരിൽ വന്ന് ഉറപ്പ് കൊടുക്കുന്നത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ അന്വേഷണമൊന്നും എവിടെയും എത്തില്ല എന്ന് UDFും പറയുന്നു. കാരണം ഇത് BJPയും CPM തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഒത്തുതീർപ്പാകുമെന്ന ഒരു വാദമാണ് UDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണത്തിന് CPMൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ഇതുവരെ ലഭിച്ചതായി അറിയില്ല. നമുക്കിതിനെങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? രജീഷ്, ഈ നമുക്കറിയാം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്. അവിടെ നടക്കുന്ന മത്സരവും അതേ തരത്തിൽ തന്നെയാണ്. അപ്പോൾ അതിനോട് അടുത്തുള്ള കുന്നംകുളത്ത് നിന്ന് പ്രധാനമന്ത്രി എത്തുമ്പോൾ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയത് എന്തായിരിക്കും പ്രധാനമന്ത്രി അവിടെ വന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം തന്നെയാണ്. നമ്മൾ നേരത്തെ പ്രതീക്ഷ പോലെ തന്നെ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ പുതിയ വാഗ്ദാനങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം കേരള സർക്കാരിനെ വിമർശിച്ചും അതോടൊപ്പം തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൻ്റെ കാര്യമാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം ആലത്തൂരിലെ സ്ഥാനാർത്ഥി പ്രധാനമന്ത്രിയുമായി സംസാരിച്ച സമയത്തൊക്കെ ഇത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഇത് ഞാൻ അന്വേഷിച്ച് അല്ലെങ്കിൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന ഒരു മറുപടിയായിരുന്നു നൽകിയിരുന്നത്.
അത് ഇന്ന് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ആ പ്രസ്താവന. കാരണം കേരളത്തിൽ കണ്ട അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള തട്ടിപ്പാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. ഇത് കരുവന്നൂർ ബാങ്കിനെ മാത്രമല്ല, ഒരു പക്ഷേ മറ്റു സഹകരണ ബാങ്കുകളെ കൂടി ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്കിത് നോക്കിക്കാണാൻ കഴിയുന്നത്. കാരണം ഈ സഹകരണ ബാങ്കുകളിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ CPM-ൻ്റെ ഒക്കെ കയ്യിൽ അവരുടെ പ്രവർത്തനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബാങ്കുകളാണ്. അപ്പോൾ ഇത് മാത്രമായിരിക്കില്ല ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സഹകരണ ബാങ്കുകളിലേക്കും ഒക്കെ ഈ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അന്വേഷണമൊക്കെ വരും ദിവസങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും ഈ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന അത് ശരിക്കും ഇടതുമുന്നണിക്കേറ്റ ഒരു വലിയ അടി തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം രണ്ട് കാര്യങ്ങൾ ഇന്ന് പ്രധാനമന്ത്രി അവിടെ പറഞ്ഞത് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടത്, മറ്റേത് അഴിമതി സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഈ രണ്ട് പ്രസ്താവനകളും ശരിക്കും ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് ഈ പ്രസ്താവനയോടുകൂടി ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് മോദി വന്ന് ഇത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ പ്രസ്താവന നടത്തുമ്പോൾ അത് സാധാരണക്കാരായ വോട്ടർമാർ വെറുതെ തള്ളിക്കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ചർച്ച ചെയ്യും. മോദി ഇങ്ങനെ വന്ന് പറഞ്ഞു എന്ന് 10 ആൾ കൂടെ നിൽക്കുന്നിടത്ത് ഒരാൾ പറഞ്ഞാൽ ആ 10 പേരിലേക്കും അത് എത്തും. പിന്നീട് ആ 10 പേർ പിന്നീട് നിൽക്കുന്ന ആളുകളിലേക്ക് എത്തും. അങ്ങനെ ഈ പ്രധാനമന്ത്രി നടത്തുന്ന അല്ലെങ്കിൽ വന്ന് നടത്തുന്ന ഈ പരാമർശമൊക്കെ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായും ഒരു വിഭാഗം വോട്ടർമാരെ പ്രധാനമന്ത്രി ഇങ്ങനെ വന്ന് പറഞ്ഞത് ഒരു വിഭാഗം വോട്ടർമാരെ തീർച്ചയായും സ്വാധീനിച്ചേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ, അതുപോലെ തന്നെ BJP-യുടെ സംസ്ഥാന നേതാക്കളെല്ലാം ഈ കരുവന്നൂർ വിഷയത്തിലാണെങ്കിലും മാസപ്പടി വിവാദത്തിലാണെങ്കിലും അതിനു മുമ്പുള്ള ലൈഫ് മിഷൻ കേസും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസും എല്ലാം ഇതുപോലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി വന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, കേന്ദ്ര ഏജൻസികളാണ് ഈ കേസുകളെല്ലാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സ്വർണ്ണക്കടത്ത് കേസിലോ അല്ലെങ്കിൽ ലൈഫ് മിഷൻ കേസിലോ പോലും ഒരു തീർപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചില ഘട്ടങ്ങളിൽ അന്വേഷണം ചൂടുപിടിക്കുന്നു അല്ലെങ്കിൽ അത് വാർത്തകളിൽ നിറയുന്നു എന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥ പ്രതികളെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് CPM-ൻ്റെ വിജയവും നിങ്ങൾ അന്വേഷിച്ചിട്ട് എന്തായി എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ആ ഒരർത്ഥത്തിൽ പ്രധാനമന്ത്രി ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പറയേണ്ട കാര്യമാണോ ഇത്, അതോ അന്വേഷിച്ച് കൃത്യമായി തെളിവ് സഹിതം കണ്ടെത്തേണ്ട കാര്യമാണോ ഇത് എന്ന ചോദ്യവും വോട്ടർമാർക്കിടയിൽ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അതുണ്ടാകും, അക്കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അല്ലെങ്കിൽ വലിയ ചർച്ചയാകുന്നത് അവിടുത്തെ പ്രദേശത്തെ ആളുകൾ അന്ന് അനുഭവിച്ച പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. എത്ര രൂപ തട്ടിപ്പാണെങ്കിലും ഒരാളുടെ മകളുടെ വിവാഹത്തിന് മാറ്റിവെച്ച തുക എടുക്കാൻ കഴിയാതിരിക്കുക, ചികിത്സയ്ക്കുള്ള തുക എടുക്കാതിരിക്കാൻ കഴിയുക, ഇതൊക്കെ ജനവികാരം തന്നെയാണ്. ആ വികാരമായിരുന്നു അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒരു അഴിമതിക്കപ്പുറത്തേക്ക് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരും. ഇന്നും എനിക്ക് തോന്നുന്നു കരുവന്നൂർ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ട ഞങ്ങളുടെ പണം തിരിച്ചു കിട്ടുക, ആര് ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുക എന്നൊരൊറ്റ ആവശ്യമാണ് അവർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പിൽ ഇത് കരുവന്നൂർ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇപ്പോൾ CPI-യുടെ സ്ഥാനാർത്ഥി S. സുനിൽകുമാറാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. CPM അല്ലെങ്കിൽ CPM-ൻ്റെ കീഴിലുള്ളതാണ് ഈ ഒരു അഴിമതി ആരോപണമൊക്കെ ഉയർന്നു വന്നത്. പക്ഷേ അത് CPI-ക്ക് ആ വോട്ട് ലഭിക്കുന്നതിൽ ഏതെങ്കിലും പിന്നോക്കം പോകാൻ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് തൃശ്ശൂർ മണ്ഡലം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ഈ കരുവന്നൂർ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിലെ വോട്ട് വിഹിതം മാറും എന്നെനിക്ക് തോന്നുന്നില്ല. അഭിജിത്ത്, ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ കരുവന്നൂർ വെച്ചാണ് CPM-നെ ആക്രമിച്ചതെങ്കിൽ കോൺഗ്രസിനെതിരെയും പ്രധാനമന്ത്രി രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് നടത്തിയത്. പ്രധാനമായും അത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വിമർശനമായിരുന്നു. ഉത്തരേന്ത്യയിൽ കുടുംബാധിപത്യം നടക്കാതെ വന്നപ്പോഴാണ് ഒരു നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് തിരിച്ചത്, വയനാട്ടിൽ കളമുറപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്? ഏതായാലും ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിനെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ പ്രസംഗമാണ് നമ്മളിപ്പോൾ കുന്നംകുളത്ത് രാവിലെ കേട്ടത്. അപ്പോൾ ഈ കാര്യം സൂചിപ്പിക്കുമ്പോൾ കൃത്യമായ വിമർശനം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും നേരെ ഉണ്ടായി എന്നതാണ് നമുക്ക്
ഈ മോദിയുടെ പ്രസംഗം വീക്ഷിക്കുമ്പോൾ സൂചിപ്പിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ മത്സരിച്ചയാൾ ഇത്തരത്തിൽ വീണ്ടും മത്സരിക്കാനായി വയനാട്ടിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു കുടുംബാധിപത്യ പാർട്ടിയെ പ്രതിനിധാനം ചെയ്താണ് ഇത്തരത്തിൽ വരുന്നത്. അദ്ദേഹം വയനാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം വയനാടിന് വേണ്ടി എന്തൊക്കെ വികസന പദ്ധതികളാണ് ചെയ്തത് എന്ന് വോട്ടർമാർ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കണമെന്നതാണ് മോദി പ്രധാനമായും തന്നെ പറയുകയും ചെയ്യുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം നമുക്കറിയാം എപ്പോഴും വയനാടിൻ്റെ ഒരു തീരാ ദുഃഖമായി നിൽക്കുന്ന ഒരു വിഷയമാണ്. ഇതിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായും തന്നെ നരേന്ദ്രമോദി ചോദിക്കുന്ന ഒരു കാര്യമായി തന്നെ പറയാനും കഴിയുന്നത്. ഇതിൽ തന്നെ BJPയുടെ ഒരു MP അവിടെ നിന്ന് വിജയിച്ചു വന്നാൽ ഇതിനൊക്കെ തന്നെയും കൃത്യമായ പരിഹാരമുണ്ടാകും എന്നുള്ളതും മോദി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി പ്രധാനമായും തന്നെയുണ്ട്. രജീഷ്, 2 ദിവസത്തിന് മുമ്പാണ് ഗണപതി വട്ടവുമായി ബന്ധപ്പെട്ടൊരു സജീവ പ്രചരണ വിഷയം ഉയർന്നു കേട്ടത്. സുൽത്താൻ ബത്തേരിയുടെ പേര് അത് ഗണപതി വട്ടമാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു അവിടുത്തെ BJP സ്ഥാനാർത്ഥിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനും കൂടിയായ K. സുരേന്ദ്രന്റെ ആവശ്യം. താൻ MP ആയി വന്നു കഴിഞ്ഞാൽ അതിൽ ഞാനൊന്ന് ഇടപെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ഗണപതി വട്ടത്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ജയിച്ചാൽ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം ആക്കുമെന്നായിരുന്നു. കൃത്യമായ ഒരു പോസ്റ്ററും പിറ്റേ ദിവസം വാർത്താ സമ്മേളനം നടക്കുന്നത് ഗണപതി വട്ടത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്ററും ഇറക്കുകയും ചെയ്തു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധം സുൽത്താൻ ബത്തേരിയാണ്, വയനാടിന്റെ ഭാഗമാണ്, അല്ലാതെ ഗണപതി വട്ടം ഒന്നും ഒക്കെ ആക്കി മാറ്റാൻ കഴിയില്ല എന്ന് ജനങ്ങളുടെ പ്രതിഷേധവും പ്രതികരണവും നമ്മളുടെ ബൈറ്റുകളിൽ പോലും നമ്മൾ അവിടെ നിന്ന് നമ്മളുടെ പ്രതിനിധി എടുത്തയച്ചു തന്ന ബൈറ്റുകളിൽ പോലും കൃത്യമായി കാണുകയും ചെയ്തതാണ്. അല്ല, ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ ഇതുവരെയുള്ള പ്രസംഗത്തിൽ ഒന്നും തന്നെ ഈ വിവാദത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടേ ഇല്ല. ഈ ഗണപതി വട്ടം എന്ന് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്ന ആ വിവാദത്തെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ പ്രതിപാദിച്ചിട്ടേ ഇല്ല എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തവണ 2ാം തവണ പ്രചരണത്തിനായി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയ സമയത്ത് പോലും ഒരു പാർട്ടിയുടെ കൊടിയുമില്ല. അത് നമ്മൾ എടുത്തു പറയേണ്ടത്. നേരത്തെയും കൽപ്പറ്റയിൽ വലിയ തോതിൽ റോഡ് ഷോ നടന്ന സമയത്ത് ഈ കൊടിതോരണങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാത്തതിനെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുകയും ചെയ്തിരുന്നു. കൃത്യമായ ഒരു കൊടി അത് സ്വന്തമാക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാതെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടി ഉയർത്താൻ കഴിയാത്തതിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്കോ ലീഗ് നേതാക്കൾക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അഭിജിത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണയും അത് CPM തന്നെയാണ് അതിലെ സങ്കടം പ്രകടിപ്പിച്ചത്. ഇങ്ങനെ പതാക ഉയർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പ്ലക്കാർഡ് മാത്രമാക്കി ഇത്തരത്തിൽ പ്രചരണം നടത്തേണ്ടി വരുന്നു എന്നുള്ളത് കോൺഗ്രസ് ആലോചിക്കേണ്ട ഒരു കാര്യം. തീർച്ചയായും നമുക്ക് അറിയാവുന്ന കാര്യവുമാണ്. കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയപ്പോൾ അവിടെ മുസ്ലിം ലീഗിന്റെ അടക്കം പതാകയുമായി വന്നായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത്. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് പാകിസ്ഥാന്റെ പതാകയാണെന്ന രീതിയിൽ ഉള്ള പ്രചരണമാണ് നടത്തിയത്. അതെനിക്ക് തോന്നുന്നു പ്രചരണം ദേശീയ തലത്തിലടക്കം കോൺഗ്രസിന് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി. തീർച്ചയായും. കാരണം ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണെന്ന അത് മറച്ചു വെച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പതാക എന്ന രീതിയിലുള്ള പ്രചരണമാണ് അവിടെ നടത്തിയത്. അത്തരം ഒരു പ്രചരണത്തിന് വീണ്ടും അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഇവിടെ അവരുടെ പതാക രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൽ ഉപയോഗിക്കാതിരിക്കുന്നത്. പക്ഷേ അവിടെ അതിനെ എതിർക്കുന്നത് CPM ആണ്. അതെന്തുകൊണ്ട് എന്നതാണ് മനസ്സിലാവാത്തത്. ഒരുപക്ഷെ അവിടെ വീണ്ടും ലീഗിൻ്റെ കൊടിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും എനിക്കൊന്ന് കഴിഞ്ഞ തവണത്തെ അതേ തിരിച്ചടി ഇത്തവണയും കോൺഗ്രസിനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് CPM-ന് ഗുണമില്ലല്ലോ. കേരളത്തിൽ ഈ ഒരു വിവാദം ഉയർത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കുന്നില്ല. ഉത്തരേന്ത്യയിലാണ് ഇവിടെ ലീഗിന്റെ കൊടി കാണിച്ചാൽ അത് വെച്ച് മുതലെടുക്കാൻ BJP മറ്റെല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് കൃത്യമായി കൊടിതോരണങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കമാനങ്ങളും കട്ടൗട്ടുകളും ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് പ്രചരണം നടത്തുമ്പോൾ എന്തുകൊണ്ട് വയനാട്ടിൽ അത്തരത്തിൽ നടക്കുന്നില്ല എന്നൊരു ചോദ്യം നിന്ന് വരുന്നുണ്ട്. അഭിജിത്ത്, മറ്റൊരു മണ്ഡലത്തിലും ലീഗിന്റെ പതാക ഉയർത്തിയാൽ അത് ദേശീയ തലത്തിൽ ചർച്ചയാവില്ല. വയനാട്ടിൽ അങ്ങനെയല്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇന്ത്യ മുന്നണിയുടെ നേതാവായതിനാൽ ഞങ്ങൾ ഇത്തവണ കൊടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു കൊടിയും ഉപയോഗിക്കുന്നില്ല എന്നാണ് ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസന്റെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന. കാരണം മറ്റുള്ളവർ ഉപയോഗിച്ചോട്ടെ, പക്ഷേ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല, കൊടിയൊന്നും ഇത്തവണ ഉപയോഗിക്കുന്നില്ല എന്ന പ്രസ്താവന. പക്ഷേ ഇതൊക്കെ യഥാർത്ഥ ജനങ്ങൾ വോട്ടർമാർ ഇതിനൊക്കെ തന്നെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മൾ ഏതായാലും അതുപോലെ വിശ്വസിക്കണമെന്നില്ല. അല്ല, ഇക്കാര്യത്തിൽ ഞാനൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ തവണ 2 ഇടങ്ങളിലായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെ രാഹുൽ ഗാന്ധി ഒരു ഇടത്ത് മാത്രമേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും അല്ലെങ്കിൽ പ്രഖ്യാപനത്തിൽ നടത്തുകയും ചെയ്തിട്ടുള്ളൂ.
എന്തായിരിക്കും ഇത്തവണ വടക്കേ ഇന്ത്യയിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പേരെത്താത്തെന്നുള്ള ഒരു കാര്യം നിലനിൽക്കുകയാണ്? തീർച്ചയായും അത് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം KPC ആക്ടിംഗ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ ഏതായാലും മറുപടി പറയേണ്ടത്. അതെ, അവർ പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇതൊരു പിന്നെ ഈ റായ്ബറേലിയിലും അമേഠിയിലും അടക്കം അവിടെ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ പേര് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ പലരും ഇങ്ങനെ പിന്മാറിക്കൊണ്ടിരിക്കുന്നു. റോബർട്ട് വദ്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. മറിച്ച് നമുക്ക് ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന ചോദ്യം വളരെ ശക്തമായി തന്നെ ഉയർന്നു വരികയാണ്. അത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോഴും ഉയർന്നു വന്നിരുന്നു. അതിനേക്കാൾ അപ്പുറത്ത് ഇപ്പോഴൊരു ഇന്ത്യ മുന്നണി എന്ന ഒരു ഐക്യമുണ്ടാക്കി മത്സരിക്കുമ്പോൾ അത് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടാത്ത ഒരു സംസ്ഥാനത്താണോ മത്സരിക്കേണ്ടത് എന്ന ചോദ്യമാണ് CPM അടക്കമുള്ളവർ ഉയർത്തുകയും ചെയ്യുന്നത്. കാരണം ദക്ഷിണേന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കണമെങ്കിൽ അത് കർണാടകയിലായിക്കൂടെ എന്ന ചോദ്യമുണ്ട്. കാരണം അവിടെ BJP ശക്തമായി മത്സര രംഗത്തുണ്ട്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് BJPയാണ്. ആ അർത്ഥത്തിൽ കർണാടകയിലായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതെങ്കിൽ അത് കർണാടകയിൽ മൊത്തം കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെ ഗുണം ചെയ്യുകയും BJPയെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കഴിയുമായിരുന്നു എന്ന വാദമാണ് അവർ ഉയർത്തുന്നത്. പക്ഷേ ഒരു സേഫ് സോൺ എന്ന രീതിയിൽ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതും മറ്റിടങ്ങളിലുള്ള താല്പര്യക്കുറവുമെല്ലാം രജീഷ് സൂചിപ്പിച്ച അർത്ഥത്തിൽ തന്നെ ചർച്ചയാവുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ബിനോയ് വിശ്വം ഒരിക്കൽ പറഞ്ഞത് രാഹുൽ ഗാന്ധി എന്തിനാണ് ഇവിടെ മത്സരിക്കേണ്ടത്, ആവശ്യമില്ല എന്ന് അദ്ദേഹം തള്ളി പറയും. രാഹുൽ ഗാന്ധിനെ പൂർണ്ണമായും ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ടാണ് CPI അടക്കം പൂർണ്ണമായും രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ദേശീയ നേതാവിനെ CPI ഇങ്ങോട്ട് ഇറക്കുകയും ചെയ്തത്. അതിന്റെ ഒരു നീതിയും നമ്മുടെ സാമാന്യ യുക്തിക്ക് യോജിക്കുന്നത്. തീർച്ചയായും ഈ രാഹുൽ ഗാന്ധി MP ആയിരുന്ന സമയത്ത് ആ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു വലിയൊരു ആക്ഷേപം CPM ഉയർത്തുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. CPIയും അതിനൊക്കെ തന്നെ ബലം പകരുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തുകയും ചെയ്യുന്നത്. പലപ്പോഴും ടൂറ് പോലെ വന്നു പോകുന്ന ഒരിടമാക്കി വയനാടിനെ രാഹുൽ ഗാന്ധി മാറ്റുന്നുള്ളൊരു ആക്ഷേപം സജീവമായി നിലനിർത്തിക്കൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നത്. ഇതെല്ലാം ട്രോളുകളിലൂടെയാണ് ഏറ്റവും സാധാരണക്കാരായ ആളുകളിലേക്ക് നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ നർമ്മത്തിൻ്റെ രൂപത്തിൽ ട്രോളുകളിലൂടെയാണ് എത്തുന്നത്. കാരണം രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ തവണ കാട്ടാന വയനാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ആനി രാജ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത്, നിങ്ങൾ ജയിച്ചാൽ ആരായിരിക്കും പ്രധാനമന്ത്രി? രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ നിങ്ങൾ ആർക്കെതിരെയാണ് മത്സരിക്കുന്നത്? രാഹുൽ ഗാന്ധിക്കെതിരെയാണ് എന്ന രീതിയിൽ നർമ്മത്തിൻ്റെ രീതിയിലാണ് ഇതെല്ലാം പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. അതേസമയം രജീഷ്, കോൺഗ്രസിന്റെ വിശ്വപൗരനാണ് ശശി തരൂർ. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ നേരത്തെ ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ ആര് വരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ, നരേന്ദ്രമോദി ആണത്, സാക്ഷാൽ നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ നിലപാട് എത്രത്തോളം ഇതിനോട് വിയോജിച്ച് നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇവിടെ ഏതായാലും സൂചിപ്പിക്കാം. രജീഷ്, ഇന്ന് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിലേക്ക് വന്നാൽ അദ്ദേഹവും BJPക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ന് വയനാട്ടിലുള്ള പ്രചരണ പരിപാടികളിലെല്ലാം. അത് നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ BJPയുടെ ഒരു ഏകാധിപത്യ രീതിയെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു നേതാവ് എന്ന കൺസെപ്റ്റിനെയൊക്കെ കീറിമുറിച്ചായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. അത്തരത്തിൽ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മുന്നോട്ട് പോകേണ്ട രാജ്യമല്ല ഇന്ത്യ. അത് ഈ യുവ നേതാക്കൾക്ക് കടുത്ത വെല്ലുവിളിയും അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്നതാണ് ആ വാക്കുകളൊക്കെ എന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാൻ നോക്കുകയാണെങ്കിൽ ദേശീയ നേതാക്കളൊക്കെ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ദേശീയ രാഷ്ട്രീയം കേരളത്തിലേക്ക് എത്തിയ പോലെയാണ് എനിക്ക് ഇന്ന് തോന്നുന്നത്. കാരണം പ്രധാനമന്ത്രി, BJP നേതാവ് പ്രധാനമന്ത്രി എത്തുന്നു, കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ ആനി രാജ അവിടെ മത്സരിക്കാൻ നേരത്തെയുണ്ട്, വൃന്ദ കാരാട്ട്, പ്രകാശ് കാരാട്ട്, യെച്ചൂരി തുടങ്ങി CPMന്റെയും ഇടതുമുന്നണിയുടെയും നേതാക്കളൊക്കെ കേരളത്തിലേക്ക് എത്തുകയാണ്. വരും ദിവസങ്ങളിൽ ഏതായാലും കൂടുതൽ ദേശീയ നേതാക്കളെ കൊണ്ടായിരിക്കും ഈ സംസ്ഥാന രാഷ്ട്രീയം ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും ഈ ദേശീയ നേതാക്കൾ എത്തുമ്പോൾ തന്നെയും ഇപ്പോൾ നരേന്ദ്രമോദി വന്ന് CPMനെതിരെയും കോൺഗ്രസിനെതിരെയും പറയുന്നു. രാഹുൽ ഗാന്ധി വരുമ്പോൾ ഈ ഗണപതി വട്ടം വിവാദത്തെക്കുറിച്ച് പോലും അദ്ദേഹം പ്രതിപാദിക്കുന്നില്ല. അദ്ദേഹം സ്വാഭാവികമായിട്ടും എല്ലായിടത്തും പറയുന്നത് പോലെ തന്നെ വർഗീയതയെക്കുറിച്ച് അല്ലെങ്കിൽ ഏകാധിപത്യ സ്വഭാവത്തെക്കുറിച്ച് ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന CPM ആണ് പലപ്പോഴും പ്രതിസന്ധിയിലാകുന്നത് അല്ലെങ്കിൽ പ്രതിരോധത്തിന് കഴിയാതെ വരുന്നത്. അത് പല വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ കരുവന്നൂർ വിഷയം തന്നെ പ്രധാനമന്ത്രി അടക്കം അത്
ഈ പ്രചരണത്തിൽ വലിയൊരു ആയുധമാക്കി മാറ്റിയ സ്ഥിതിക്ക് CPM അതിൽ മറുപടി പറഞ്ഞേ മതിയാകുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കത്തി നിന്നത് പാനൂരിലെ ബോംബായിരുന്നു. ഈ രീതിയിൽ CPM പ്രമുഖ നേതാക്കളൊക്കെ വരും ദിവസങ്ങളിൽ കേരളത്തിലേക്ക് എത്തുമ്പോഴും ഇത്തരം ആരോപണങ്ങൾക്ക് ഏത് രീതിയിലുള്ള പ്രതിരോധമായിരിക്കും ഈ നേതാക്കൾ തീർക്കുക അഭിജിത്ത്? ഏതായാലും രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ വലിയ വിവാദങ്ങളോ വലിയ ചർച്ചകളോ ഇല്ലാതിരുന്ന ഘട്ടത്തിൽ നിന്ന് മാറി ഒരുപാട് വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആകെത്തുകയായി തന്നെ സവിശേഷ സാഹചര്യമായി തന്നെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ പൗരത്വ നിയമ ഭേദഗതി CAA നടപ്പിലാക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ദേശീയ പൗരത്വ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജീവമായി നിലനിൽക്കുന്നു. ഒപ്പം കേരള സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്നു പൊങ്ങിയ വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെയും നിൽക്കുന്നു. ഈ മാസപ്പടി കേസ്, അത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഈ ഹെക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് CMRL-ലുമായി ബന്ധപ്പെട്ട ഒരു അനധികൃത ഇടപാട് നടന്നിട്ടുണ്ട്, സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ കമ്പനി പ്രതിനിധികളെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഘട്ടമൊക്കെ തന്നെയും മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നു. അങ്ങനെ ഇപ്പോൾ രജീഷ് സൂചിപ്പിച്ച പാനൂരിലെ ബോംബ് വിവാദം, നേരത്തെ നമ്മൾ ചർച്ച ചെയ്യാതെ പോയ 25 ലക്ഷം രൂപ അനിൽ കെ ആന്റണി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള, സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിനായി വാങ്ങിയിട്ടുണ്ടെന്നുള്ള വിഷയം, അതുൾപ്പെടെയുള്ള വിവിധ വിവാദ വിഷയങ്ങൾ ഏതായാലും തെരഞ്ഞെടുപ്പിൽ വീണ്ടും സജീവമായി നിലനിർത്തിക്കൊണ്ട് ഇടതു വലത് BJP മുന്നണികൾ പോകുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത്. പക്ഷേ വോട്ടർമാർക്കിടയിൽ ഇത് എത്രത്തോളം ചർച്ചയാകുന്നു എന്നതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവർ ഈ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളും മണ്ഡലത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെയും സ്ഥാനാർത്ഥികളുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഇത് പൊതുരാഷ്ട്രീയത്തിൽ എത്രത്തോളം കൂടുതലായി സജീവമായി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാൻ കഴിയുകയാണ്. ഏതായാലും വരും ദിവസങ്ങൾ, അത് 10 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. 11ാം നാൾ തെരഞ്ഞെടുപ്പാണ്. രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുമ്പോൾ അതിൽ വിവിധ വിഷയങ്ങൾ ഈ ദിവസങ്ങളിലായി ഒക്കെ തന്നെയും കടന്നു പോയതായി നമുക്ക് അവലോകനം ചെയ്യാനും കഴിയും. രജീഷ്, ഇനി 10 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. 26-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലെത്തും. 24-ന് പരസ്യപ്രചരണം അവസാനിക്കുകയും ചെയ്യും. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. കൊടുംചൂടിൽ സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണ രംഗത്ത് ശക്തമായി തന്നെ മുന്നേറുകയും ചെയ്യുന്നു. പിന്നെ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര നേതാക്കളെല്ലാം എത്തുകയും ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഒരു ഫോക്കസ് ഏത് രീതിയിലേക്കായിരിക്കും? ഏതൊക്കെ നേതാക്കൾ കൂടുതലായിട്ട് ഇനി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്? എന്തൊക്കെയാണ് ആ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഈ അവസാന ലാപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പല മണ്ഡലങ്ങളിലും ആര് വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ നിൽക്കുമ്പോൾ പുറത്തേക്ക് വലിയ രീതിയിൽ വാർത്തകളും കോഴിക്കോട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒന്നും പുറത്തേക്ക് വാർത്തയിൽ വന്നിട്ടില്ലെങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോര് നടക്കുന്ന ഒരു ഇടം തന്നെയാണ് കോഴിക്കോട്. രണ്ട് സീനിയർ നേതാക്കൾ തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. കഴിഞ്ഞ 15 വർഷമായി MK രാഘവനാണ് അവിടുത്തെ MP ആയി തുടരുന്നത്. ഇപ്പോൾ ഇളമരം കരീമാണ് മത്സരിക്കാത്തത്. അദ്ദേഹം നേരത്തെ രാജ്യസഭ MP ഒക്കെ ആയിരുന്നു. എന്നാൽ ഇവർ തമ്മിലുള്ള പോരാട്ടം പുറത്തേക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിലും മണ്ഡലത്തിനകത്ത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരുകളൊക്കെയും അതോടൊപ്പം തന്നെ വോട്ട് ചോദിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എനിക്ക് തോന്നുന്നു STPയുടെ വോട്ട് ഏകദേശം വളരെ നിർണായകമായ ഒരു മണ്ഡലം കൂടിയാണ് ഈ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്ന സ്ഥലം. കാരണം പണ്ട് PDP ഉണ്ടായിരുന്നു, പിന്നീട് STPയിലേക്ക് മാറിയ കുറേ വോട്ടർമാരൊക്കെ ഉണ്ട്. ഏകദേശം 15,000-ഓളം വോട്ടുകൾ അവർക്ക് അവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക് പ്രകാരമുള്ളത്. അതൊക്കെ ആർക്ക് കിട്ടും എന്നതനുസരിച്ചിരിക്കും ഇത്തവണ കോഴിക്കോട് വിജയിക്കുന്ന ആൾ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കാരണം 15 വർഷമായി MK രാഘവനാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അത് കഴിഞ്ഞ തവണ വിജയിച്ച അല്ലെങ്കിൽ ലഭിച്ച വോട്ടുകൾ ഒക്കെ ഇത്തവണ അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പം എന്തായാലും ഇളമരം കരീമും അതോടൊപ്പം തന്നെ MK രാഘവനും ഒരു ശക്തമായ പോരാട്ടം തന്നെ അവിടെ നടക്കുകയാണ്. അവിടെ MT രമേശാണ് BJP സ്ഥാനാർത്ഥി. എല്ലാ തവണത്തെ പോലും ലഭിച്ച വോട്ട് വീതം കുറേശ്ശെ ഉയർത്തുന്ന അതേ നിലപാട് കോഴിക്കോട് ഇത്തവണ BJPയും സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ പോരാട്ടം നടക്കുന്നത് ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ UDFും തമ്മിൽ തന്നെയാണ്. ഇനി കേരളത്തിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല മണ്ഡലങ്ങളിലേക്കും അവസാന ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ അത്തരത്തിൽ വോട്ട് കച്ചവടത്തിനുള്ള ഒരു തിരക്കിലാണ് മുന്നണികൾ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കോട്ടയം അതോടൊപ്പം തന്നെ പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ ക്രിസ്ത്യൻ വോട്ടുകളും ഉള്ളിൽ തന്നെ പല മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും മറയ്ക്കാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ദേശീയ നേതാക്കളൊക്കെ വരും ദിവസങ്ങളും കേരളത്തിൽ തമ്പടിച്ച പ്രചരണ പരിപാടികളിലേക്കായിരിക്കും വരാൻ പോകുന്നത്. കാരണം അവസാന ലാപ്പിലേക്ക് കൂടുതൽ വോട്ടുകൾ നേടുക, ജനങ്ങൾ ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളെ ഇറക്കിക്കൊണ്ട് വോട്ട് നേടാനുള്ള തന്ത്രപ്പാടിലാണ് UDF ആയാലും NDA ആയാലും LDF ആയാലും. തീർച്ചയായും അഭിജിത്തിലേക്ക് വന്നാൽ, അഭിജിത്ത്, ത്രികോണ മത്സരം നടക്കുന്ന 2 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും. BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഇവിടെ പ്രധാനമന്ത്രി വീണ്ടും ഇന്ന്
ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രചരണത്തിനായി തിരുവനന്തപുരം ജില്ലയിൽ എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ത്രികോണ മത്സരത്തെ, ഈ രണ്ട് മണ്ഡലങ്ങളിലെ മത്സരത്തെ നമുക്ക് ചെറിയ വാക്കുകളിൽ എങ്ങനെ വിശദീകരിക്കാം? ഏതായാലും റജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ മത്സരവും ഒപ്പം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ മത്സരവും ഈ രണ്ടിടങ്ങളിലും ത്രികോണപ്പോര് തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ ത്രികോണപ്പോരാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശശി തരൂരാണ്. UDF-നെ പ്രതിനിധീകരിച്ച് ശശി തരൂരും ഒപ്പം LDF-നെ പ്രതിനിധീകരിച്ച് CPI-യുടെ സീനിയർ നേതാവ് പന്ന്യൻ രവീന്ദ്രനും ഒപ്പം NDA പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രിയും ബിസിനസ് നേതാവുമായ ഏതായാലും രാജീവ് ചന്ദ്രശേഖറുമാണ്. ഒപ്പം ആറ്റിങ്ങലിലും സജീവമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ചൂട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ അടൂർ പ്രകാശ് ഉണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിൽ. UDF-നെ പ്രതിനിധീകരിച്ച് LDF-നെ പ്രതിനിധീകരിച്ച് അവിടെ V ജോയിയാണ്, CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഒപ്പം NDA പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി V മുരളീധരനും അവിടെ മത്സരിക്കുന്ന ഒരു സാഹചര്യം. ഈ രണ്ട് മണ്ഡലങ്ങളിലും ത്രികോണപ്പോര് തന്നെയാണ്. ഈ അക്ഷരാർത്ഥത്തിൽ ഈ വോട്ടുകളൊക്കെ തന്നെയും ആർക്കാകും നിർണായകമാവുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി അവശേഷിക്കുകയും ചെയ്യുന്നത്. മണ്ഡലത്തിൽ സാധാരണഗതിയിൽ ഉയർന്നു കേൾക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളും പൊതു ചർച്ചാ വിഷയങ്ങളും ഒക്കെ തന്നെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും സജീവമായി നിൽക്കുന്നത്. വോട്ടുമറിക്കലും വോട്ടാരോപണങ്ങളും അല്ലെങ്കിൽ പരസ്പരമുള്ള തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെയായി കൊണ്ടും കൊടുത്തും സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഈ നിർണായക വോട്ടുകൾ, നിർണായക സമുദായ വോട്ടുകൾ ഉൾപ്പെടെ അത് ആരെ തുണയ്ക്കുമെന്നതറിയാൻ നമ്മൾ ഏതായാലും ഇനിയിപ്പോൾ 10 ദിവസം കാത്തിരിക്കണം. 10 ദിവസം മാത്രം കാത്തിരുന്നാൽ പോരാ, ഇനിയിപ്പോൾ അടുത്ത മാസമായിരിക്കും വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഏതായാലും ഏറ്റവും വലിയ ത്രികോണപ്പോര് നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളിൽ ശ്രദ്ധ ആകർഷിക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും ആറ്റിങ്ങൽ. തീർച്ചയായും അഭിജിത്ത് പറഞ്ഞതുപോലെ തന്നെ വോട്ടെണ്ണലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് വലിയ കാത്തിരിപ്പ്. എന്തായാലും മറ്റു മണ്ഡലങ്ങളിലെ വിശദമായ വോട്ട് ചിത്രം വരും ദിവസങ്ങളിൽ പരിശോധിക്കാം. ഇന്ന് വോട്ടുകാരും ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.